ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ഒന്നുമല്ല, ഒരു സാധാ പോലത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ അഫിൻ്റെ എക്സാമാണ് കേട്ടോ. അപ്പോൾ ഈ മാസം മാഷാ നമ്മൾ എത്ര വ്ളോഗ് ഇട്ടും ഷാ? എത്രണ്ണം എടുത്തു എത്രണ്ണം ഇട്ടു എന്നൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ പോണത്. ഒരു ഒന്നൊന്നര സാധനം വരാൻ കേട്ടോ. ബാസിലിന്റെ ബർത്ത്ഡേ പാർട്ടി വ്ളോഗ് വരാനുണ്ട്. പാർട്ടി അല്ല, ബാസിലിന്റെ ബർത്ത്ഡേ ബാസിലിനെ സ്വയം ആഘോഷിച്ചൊരു ഇത് വരാൻ കേട്ടാ. അപ്പം അഫിന്റെ എത്രാമത്തെ എക്സാമിനാണ് പോണത്? അഫിയെ മുന്നത്തെ എക്സാം, വൺ ഓഫ് ദ അന്തപ്പെട്ട മോസ്റ്റ് എക്സാം, റൈറ്റ്? മാത്സ്. ഈ മാത്സ് എന്ന് പറഞ്ഞിട്ടല്ല, ഇന്റെ അത്ര മാത്സിലൊരു പൊട്ടന് വേറെ ആരും ഉണ്ടാവില്ല. അങ്ങനെ അത്രയും എനിക്ക് ഇഷ്ടമില്ല. എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ മാത്സ് ജയിച്ചത്. ഇന്നെ ആകെ കഴിച്ചിലാക്കിയാലറിയാം. അസീന ടീച്ചറുണ്ട്, ഷാഫി സാറ് വൈഫ്. അസീന ടീച്ചറാണ് പരീക്ഷന്റെ തലേന്ന് എന്തൊക്കെയോ എനിക്ക് ഇക്വേഷനും ബിക്വേഷനും ഒക്കെ പറഞ്ഞെന്നാണ്ട് കഴിച്ചില്ല വല്ലത് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിൽ എന്തായാലും എന്ത് ചെയ്തു, ഗണിതത്തിന് തോറ്റിന്. എനിക്ക് കട എടുക്കാൻ വയ്ക്കൂല. വേറെ എന്തൊക്കെയാ ഫിയെ ഇക്വേഷൻ ഇട്ടിട്ട്, അതായത് മാത്സ് എന്താണ്, മാത്സ് എങ്ങനെ ചെയ്യാ, എന്താ ചെയ്യാ, ഒരു ഐഡിയ എനിക്ക് മാത്സിനെ കുറിച്ചില്ല. ആകെ പ്ലസ് എനിക്ക് നടക്കും, കൂട്ടാൻ എനിക്കറിയും, കുറക്കാൻ അറിയും. എന്നെ കട എടുത്താൽ എന്ത് ചെയ്യും, കൂട്ടലും കുറക്കലൊക്കെ കലക്ക സമാവത്തി ആവുകയും ചെയ്യും. പിന്നെ ഗുണനം എനിക്ക് വയ്ക്കും, ഹരണം കുറച്ചൊക്കെ വയ്ക്കും. എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിനി എന്റെ മാത്സിന്റെ കരിയർ പോയത്. 10ാം ക്ലാസ് എങ്ങനെയൊക്കെയോ പാസ്സായി. പിന്നെ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റ് കേട്ടോ. അപ്പോൾ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ഉണ്ട്, എന്തായാലും കമന്റ് ചെയ്യുക. വി ആർ ഹ്യൂമാനിറ്റീസ് ഗ്യാങ്. ജിമ്മി ഹ്യൂമാനിറ്റീസ് ആണ്, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്, കുറെ പേര് ഹ്യൂമാനിറ്റീസ് ഉണ്ട് കേട്ടോ. ഷാനു ഒക്കെ സയൻസ് ആണോന്നല്ലേ? കോമേഴ്സാ. ഷാനു കോമേഴ്സ്. പിന്നെ അതെ നമ്മൾ കൊടുത്ത വേറെ സയൻസ്. അർഷു കോമേഴ്സ് ആണോ എനിക്ക് ഓന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട്. അപ്പം ഇന്നത്തെ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് എന്താട്ടി എക്കണോമിക്സ് എടുത്ത്. എക്കണോമിക്സ് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ വലിയൊരു ചടങ്ങില്ല. എക്കണോമിക്സിൽ കുറച്ചൊക്കെ എന്തിൽ പോവും, നമുക്ക് തിയറി എഴുതി കൂട്ടാൻ കുറച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ട്. അപ്പം ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റീലിനെ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവട്ടെന്ന്. എന്താ അത് ലാസ്റ്റ് എക്സാം ആണ്? ഇംഗ്ലീഷ് പേടില്ലല്ലോ. അഫിക്ക് എങ്ങനെ അറിയോ? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഹൈ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ലോ കോൺഫിഡൻസ്. ഞാൻ എന്തായാലും ഒന്നും ആവില്ല. എന്താവനാ അത് ഞാൻ അമ്മച്ചിനോട് പോയി പറയും ഞാൻ തോറ്റിക്കണേ. അത് അമ്മച്ചിനോട് പോയി പറയും എനിക്ക് ഇതാ വെക്കൂല. പഠിച്ചോനെ അങ്ങനെ ആക്കി കൊടുക്കണേ റബ്ബേ. ഈ കോൺഫിഡൻസ് ഒരു അഹങ്കാരമാവാതെ റബ്ബേ ആ കോൺഫിഡൻസ് അവന്റെ കോൺഫിഡൻസ് മാത്രമാക്കി മാറ്റണേ നാഥാ. പരീക്ഷ പേപ്പർ അഫിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റണേ. ബാക്കിയുള്ള സബ്ജക്റ്റ് ഒന്നും ഇല്ല, ഫിസിക്സ് മാത്സ് കെമിസ്ട്രിക്ക് ഒന്നും പ്രശ്നമല്ല. അപ്പൊ ഗൈസ്, ഒന്നുകൂടി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, 17 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു എളിയ ചാനല്. അപ്പം ഈ മാസത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ, നടത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊരു ഗോളാക്കി വെച്ചിട്ട് പോകാൻ വിചാരിച്ചേക്കാണ്. വരും ദിവസങ്ങളിലെ വ്ളോഗുകളിൽ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും കൂടി ആട്ടിപ്പിടിച്ചാണ്ട് ഇതൊരു 17 ലക്ഷം ആയി കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണമല്ലോ. കാരണം എന്തായാലും ഈ മാസം നയിച്ചാൻ ഇറങ്ങി. അപ്പം ഇനിയിപ്പോൾ അതിക്ക് ഞങ്ങൾ എന്തായാലും ബാക്ക് അടിക്കാൻ നിൽക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വ്ളോഗ് കാര്യത്തിലുണ്ടാവും ഒരു 4-5 ദിവസം കൂടിയാണ്. അതായത് ഞാൻ നോക്കട്ടെ, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ എന്ത് ചെയ്യും, ഏപ്രിൽ മെയും കൂടി വ്ളോഗ് ചെയ്യും. കാരണം എൻ്റെ ആകെയുള്ള ഫ്രീ മാസം ഇനി മാർച്ച്. ഞാൻ ഫ്രീ ആണ്, കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ സിംഗറാണ്. അപ്പം എനിക്ക് എൻ്റെ ഇവൻസും കാര്യങ്ങളും എൻ്റെ വർക്ക്സും കൊളാബ്സും ഒക്കെ കഴിഞ്ഞ് എനിക്ക് എന്ത് കിട്ടണം, ഫ്രീ ടൈം കിട്ടിയാലാണ് ഞാൻ വ്ളോഗ്സ് ചെയ്യല്. അതായത് എൻ്റെ ഒരു പാർട്ട് ടൈം ജോബ് എന്നതിലുപരി എൻ്റെ ഒരു നേരം പോക്ക്. എനിക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഫർസ മേലെ ഉണ്ടാവാ, അടിയിലോ? അപ്പൊ ഏപ്രിൽ മെയ് ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അയിമ ഇങ്ങനെ ഇതെന്താ അറിയോ, കൊറേ ഞാൻ പറയുന്നില്ല. അപ്പം ഫോൺ എടുത്തുകൊണ്ട് അയിമ ഇങ്ങനെ കൊളകൊളാക്കാൻ നിൽക്കണ്ട കേട്ടോ കുറേ ആൾക്കാർ. അതായത് ആ സ്കൂളിൻ്റെ അവിടെയുള്ള കുറേ ആൾക്കാർ കണ്ടിട്ട് എന്നിട്ട് ഇത് ഫോൺ കൊണ്ടുവരാൻ പറ്റും. ഫോൺ ഈ വണ്ടിയിൽ വെച്ചിട്ടാണ് ഇറങ്ങല്. പിന്നെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഫോൺ എടുക്കല്. അപ്പൊ അതിലാരും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇവിടെ ഇല്ല കേട്ടോ.
ഇതിനാണ് ഫോൺ എടുക്കണത്. ഏതോ എൻ്റെ പാട്ടൊക്കെ ആ ജെവിടെങ്ങായി ഞാൻ അതാ പുറത്ത് വയല് മറ്റേ എടുക്കുവയില് നമ്മളെന്താ പറഞ്ഞു. അപ്പൊ നമ്മളെ ഈ എളിയ ചാനല് 17 ലക്ഷം സബ്ബാണ്. എല്ലാവരും സഹകരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് ഇൻഷാല്ലാ 17 ലക്ഷം സബ്ബായിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ വ്ളോഗ് ചെയ്യാനുള്ള ആഫിയത്തും മർഹമത്തും പടച്ച റബ്ബ് നമുക്ക് തെരുമാറാകട്ടെ. നമ്മൾ നടുറോട്ടിലാട്ടോ, നടുറോട്ടിലല്ല സൈഡ് റോട്ടില് ഒതുക്കിയിടാം. ഓൻ വരുന്നുണ്ടോ? മൊത്തത്തിൽ +1 എക്സാമിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഞാനോ? അല്ലാതെ ഈ വണ്ടിയിൽ ഞാനും ജിംഷാരല്ലോ ഞങ്ങൾ വിലയിരുത്തേ. ഏതാത്ത പണ്ടത്തെ ഞങ്ങളെ എക്സാമിനെ അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മളൊരു ഉദ്ദേശിച്ച റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ച റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് +2 ഇൻഷാല്ലാ. +2 ഒന്ന് ആഞ്ഞു പിടിക്കാം. ഈ കൊറേ കമന്റിൽ ഉണ്ടായിട്ടുണ്ട് +2 ആഞ്ഞു പിടിച്ചത് കുറച്ച് +2കാര് വരാണ്ടിട്ടാ. ഇല്ല നോക്കട്ടെ ഇൻഷാല്ലാ. ആഞ്ഞു പിടിച്ചാണ്. ആഞ്ഞു പിടിക്കുക പറഞ്ഞാല് ഇത് തുടക്കം തന്നെ നോക്കി എന്തായാലും നടക്കൂല. പക്ഷെ എന്നാലും ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കി നോക്കിയിട്ട് ഇങ്ങോട്ട് കാണൂല. അപ്പൊ ആരാന്ന് ഒന്ന് നോക്കിയോ, ഇതിന്റെ ഉള്ളിലേക്ക് കാണൂല. അപ്പൊ +2 ആഞ്ഞു പിടിക്കട്ടെ ഇൻഷാല്ലാ. സ്കൂൾ പൂട്ടിൽ നിങ്ങളുടെ പ്ലാൻസ് എന്തൊക്കെയാണ്? ആഞ്ഞു പിടിക്കലില്ല. സ്കൂൾ തുറന്നിട്ട് ആഞ്ഞു പിടിക്കലുള്ളൂ. സ്കൂൾ പൂട്ടിന് നമ്മള് മറ്റുള്ള ആൾക്കാരെ പോലെ ആഞ്ഞു പിടിക്കാൻ അവനവന് ആകെ കിട്ടുന്ന 2 മാസം ട്യൂഷൻ സെന്ററുകളിൽ പോയിട്ട് കളയാൻ താല്പര്യമില്ല. So you are basically against the system. ട്യൂഷൻ സെന്റർ സിസ്റ്റം ഓടിങ്ങാണ്ട് ട്യൂഷൻ സെന്റർ എതിരാവോ? ജോമെട്രി ബോക്സ് എടുത്തോ, ജോമെട്രി ബോക്സ് എടുത്തോ പോലെ. ഫർസാൻ ഡോർ ഒന്ന് ആഞ്ഞടക്കൂ, ഒന്നും കൂടി ആഞ്ഞടക്കൂ. ജി നോമ്പോറ്റിപ്പോ അയ്യ ഫർസാനെ നമ്മളെ കൊണ്ടൊക്കെ അതൊക്കെ നടക്കുമെന്ന് ചോദിച്ചേ. നമുക്കത് ചെയ്യാൻ പറ്റുമോ ഷാജേട്ടാ? പറയാൻ പറ്റില്ല കേട്ടോ. സാഹചര്യത്തിൽ ഞാനും ചെയ്യാവോ? പക്ഷെ 2 ദിവസം കൂടുതൽ എന്തായാലും ചെയ്യില്ല. ജൂണിട്ട് തുടങ്ങിയ പോലെ ഇതൊക്കെ എന്തിനു മാത്രമുള്ളത്? ജൂണില് നമ്മളെല്ലാരും പോലെ ആവരുത്. ഒരു ചേഞ്ച് വേണം. അതന്നെ ഒരു ചേഞ്ച്. സ്കൂൾ നിർത്തിക്കോളി +2 കഴിഞ്ഞിട്ട് എല്ലാരും നിർത്തുക. റോട്ടില് പശ അടിച്ചിട്ടാ. ഓ നിമിഷം നമ്മളെ ഒക്കെ ആയിട്ടോ. എനിക്ക് തോന്നുന്നുള്ള ഇന്ന് തീരുമാനം ആ തലവരെ അടിക്കണ്ടാവും. ഒരു വണ്ടി ബാക്കി വണ്ടി ഇപ്പച്ചിന്റെ വണ്ടി എവിടെയും കൊണ്ടിടേണ്ടി വരും, നമ്മളെ വണ്ടി എവിടെയും കൊണ്ടിടേണ്ടി വരും. അപ്പൊ നമ്മള് കൂറ്റമ്പാറ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ബഹുമാനപ്പെട്ട സിദിൻ സാർ കാണികളുടെ കണ്ണിലുള്ളി. എടാ സിദിന്റെ ഇൻസ്റ്റാഗ്രാം എത്രയായി? 2000-3000 ഫോളോവേഴ്സ് മാത്രമുള്ള സിദിൻ സാർ തന്റെ കാണികളുടെ ശക്തി കൂട്ടി കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാതെ ആ ഒരു എളിയ പുഞ്ചിരിയിൽ എല്ലാരെയും വീഴ്ത്തിക്കൊണ്ട് ലളിതമായ മനസ്സിൽ ആ മൊയൽ, എനിക്ക് ഓനെ കാണുമ്പോൾ ഒരു മൊയൽ കുട്ടീനെ പോലെ തോന്നുക. 2 പല്ലും ചെറിയ ചിരിയും. മൊയലിനൊക്കെ പുല്ലെടുക്കുമ്പോഴുള്ള ഒരു ചിരിയില്ലേ, ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ കറക്റ്റ് ഒരു മൊയൽക്കുട്ടീനെ പോലെ എനിക്ക് തോന്നുക. അപ്പൊ ഇതിന് 22K ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇതിന്റെ ഐഡി എന്താ? ZZID അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഓ ഫർസാൻ നല്ല അത്രയും നോക്കിയിരിക്കും. അപ്പൊ എന്തായാലും സിദിൻ സാർ വന്നിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സിദിൻ സാർ അടുത്തുനിന്ന് ചോദിച്ചറിയാം. സിദിനെ മാത്സ് എങ്ങനെയുണ്ട്?
ആ ഉഷാറല്ലേ? എനിക്ക് ഇന്റെ ബുദ്ധി കിട്ടാന്നാ മതി, അപ്പൊ തന്നെ കഴിച്ചില്ലായി. താവയായിട്ടുള്ള ഇന്റെ ബുദ്ധി കിട്ടരുത്. ഇപ്പച്ചിന്റെയും ഇമ്മച്ചിന്റെയും ബുദ്ധി കിട്ടിയാൽ രക്ഷപ്പെട്ട്. പിന്നെ പഠിച്ചാൻ അറിയണവനാണ്. ഈച്ചും പഠിക്കാൻ അറിയണവനാണ്. ഓ ഈച്ചു എന്തൊരു പഠിക്കണ ആളാ. ഓ ഈച്ചു കിട്ടില്ല പഠിപ്പിച്ച തലേന്ന് വെച്ചിങ്ങനെ പഠിച്ച് ആടോ മാർക്ക് ഉണ്ടാക്കി പോരും. ഈച്ചു പഠിക്കാന്നുള്ള ആരോട് പറയും ഇതൊന്നുമില്ല. ഓ ഇങ്ങനെ ഒരു സൈഡിലിരുന്ന് പഠിച്ച് എല്ലാ കുതിരയോടലും പരീക്ഷ തലേന്നിലുള്ള എല്ലാ കുതിരയോടലിനും വരെ ഉണ്ടാവും. മാർക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ പോരും. അങ്ങനെ ഒരു ചങ്ങായി. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവും കേട്ടോ, നിഹാൽക്ക എവിടെ? സൽമാനവിടെ കിടന്നുറങ്ങുന്നുണ്ട്. നിഹാൽക്ക എവിടെയാണ്? കൊച്ചിയല്ലേ? നിഹാൽക്ക അവർ തൻ്റെ പഴയ കോളേജുകളിൽ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി പോയേക്കാണ്. തൊടുപുഴ കോളേജിലേക്കൊന്ന് പോയി അത് ഓർമ്മ പുതുക്കിയിട്ട് എന്ത് ചെയ്യും? നിഹാൽക്ക പെരുന്നാളിന് മുമ്പായിട്ട് വരുന്നതാണ്. പെരുന്നാളിന് നമ്മളൊരു സർപ്രൈസ് ട്രിപ്പ് ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം എല്ലാവർക്കും. അപ്പൊ സിദിൻ സാറിനെ കയറ്റിയിട്ട് കാണാം. സുഹൃത്തുക്കളെ, കാണികളുടെ കണ്ണിലുണ്ണി സിദിൻ അവർകൾ നമ്മുടെ കൂടെ ചേരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. ബാക്കിൽ ചെയ്യുന്നുണ്ടോക്ക്? ഇല്ലല്ലോ. ഇപ്പോഴൊക്കെ എന്തിനാ പഠിച്ചത്? അവസാനത്തെ അരമണിക്കൂർ മുന്നേ ഇരുന്ന് പഠിച്ചോ. ചെയ്യുന്നില്ലല്ലോടാ ഊട്ട പഠിച്ചാന എന്ത് നിസ്കരിച്ചിട്ടാണോ വിചാരിച്ച്? നിസ്കരിച്ചാണേ എന്താ നിസ്കരിച്ചാൻ പറ്റൂല എന്നൊക്കെ. അല്ല അർജന്റീന ബ്രസീലും കാണില്ലോ നാളെ 26-ാം തീയതി. ആരാ അവന്റെ കൂടെ ഉള്ളടാ? നിഹാലിന്റെ ഈ ടീമൊക്കെ മുടിയൊക്കെ ഫുൾ കളറല്ലേ? ഫുൾ കളറല്ലേ? ചെക്കന്മാരൊക്കെ 5ാം ക്ലാസ് തന്നെ. ഇപ്പൊ തന്നെ ഇതിമോന്ന് കുത്തീന്. എന്താലേ 5ാം ക്ലാസ്സിലൊക്കെ മുടി കളർ. ഒരാള് ബാക്കി ഇരിക്കേണ്ടി വരും. ഇതിനെ കണ്ടിട്ട് നടുക്കിരുത്തേ അടക്കിട്ടോ. സൗദിലുണ്ട്. സിദിനെ ഏട്ടാ അന്നെന്താ പരീക്ഷ? നമുക്ക് മാത്സ് പഠിച്ചതിനെ പിന്നെ ഇതിന് അന്റെ ചെലവെന്നാ കിട്ടുക? എന്തിനേക്കാരും ചെലവ്? ചെലവാണോ? പിന്നെ ചെലവാണോ? ചെലവില്ലാതെ അതൊരു അച്ചീവ്മെന്റ് അല്ലേ? നോമ്പ് ഞാൻ അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇജ്ജ് ചെലവും കൊണ്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞു നിന്നോണ്ടി. പെരുന്നാൾ ഡ്രസ് എടുത്തോ? ഇതിനെ എടുത്തിട്ടില്ല. ഇന്നത്തെ പരീക്ഷയെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഇന്നത്തെ പരീക്ഷ അടിപൊളിയാക്കും. മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നോ മാത്സ്? യെസ്. ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മാത്സ് എന്തായാലും ഒരു വിഷയം ഉണ്ടാവില്ല. സെറ്റാണ്. കാലൊക്കെ കയറ്റി വെച്ചിരിക്കണോക്ക്. പുതിയ വണ്ടിയുടെ എല്ലാ ഫീച്ചറും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന സിദിൻ സർ വന്നപ്പോ തന്നെ എന്ത് ചെയ്തു? സീറ്റൊക്കെ VIP മോഡൊക്കെ ആക്കിയിരുന്നു കേട്ടോ. പൂക്കോട്ടുമാടം വരെ പോരണുള്ളൂ. 2 കിലോമീറ്റർ തികച്ചില്ല. കമ്പ്യൂട്ടർ സയൻസ് അല്ലേ ഉള്ളൂ? നിങ്ങൾ സയൻസും കമ്പ്യൂട്ടർ സയൻസും ഉള്ളൂ? അത് പൊളിച്ചു എന്നുള്ള ചെറിയ ചിരിച്ചേ വണ്ടിമക്കനെ നോക്കിട്ട്. നിങ്ങളെപ്പോഴുള്ള സ്റ്റുഡന്റാ? അറിവുകൾ പറഞ്ഞിട്ടുണ്ടോ? അതിന് കയ്യായിട്ടേ കാണില്ലല്ലേ?
എന്നിട്ട് ടെൻഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. മാത്സ് അല്ലേ? ജിതിന് ആ ടെൻഷനേ ഇല്ല. വന്നപ്പോ മുതൽ ഫുൾ കോൺഫിഡൻസ്. എന്ത് മാത്സ് എഴുതുന്ന്. അനിയോ ആ ഞാൻ വിളിച്ചാൻ കാത്തിക്കണ്ടേ? എപ്പോഴാ കയ്യാ? 4 മണിക്ക് കഴിയും. ഇന്ന് നേരത്തെ കഴിയോ? എല്ലാ ദിവസവും 4 മണിക്ക് കഴിയില്ലേ? എടാ ഇവിടെ ക്ലാമ്പ് തട്ടൂലല്ലോ. 1:30 ഇറങ്ങി 1:45 തുടങ്ങും. കിറ്റ് തട്ടൂലല്ലോ ഇവിടെ. 1:45 തുടങ്ങും. അവിടെ തട്ടു നോക്കും കേട്ടോ. ഇനി എടുക്കുമ്പോ ഇല്ല അതൊന്നും തട്ടൂല. കാണില്ല ടീ വണ്ടീന്ന് മുന്നിക്കൊന്നും. പറയട്ടെ അനിയോ, എന്ത് 1:45 എക്സാം തുടങ്ങിയിട്ട് 2 മണിക്കൂർ. ആ അപ്പോ 3:45 കഴിയും. അത് 3:45 നിങ്ങളൊക്കെ ഫ്രീ ആവും. അപ്പൊ ഇതിന് എത്തിട്ടോ. അപ്പൊ തന്നെ താരും പോയിട്ട് കേട്ടോ. വണ്ടി വരുവേ. പഠിച്ചവനെ ഇറങ്ങിക്കോളിയും. സുഹൃത്തുക്കൾ എല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ഓ കുത്തല്ലേ കോമ്പസ് കൊണ്ടൊന്നും. കോമ്പസ് ഒന്നും വേണ്ട +2 ഒന്നും ജോമെട്രി ബോക്സ് കൊണ്ട് ആവശ്യമില്ല. ഒരു ഇക്വേഷൻ പറഞ്ഞ അവിടെ കേട്ടോ. ഇത് വരുന്ന ക്വസ്റ്റ്യനും ചോദിക്കട്ടെ കേട്ടോ. വാതിലടിച്ച ചന്തിയെ അഫി എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യം. എന്ത് റോസ്റ്റർ ഫോൺ വിളി? ആ ഫോം സ്റ്റാൻഡേർഡ് മീഡിയം അല്ലേ? സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫർസാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൊടുത്താ പെട്ടി ബനോ ഏലിയൻസോ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കുട്ടികൾ പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ ഇറങ്ങിക്കോളി, കാണാം. നമുക്ക് കിട്ടാണല്ലോ മച്ചമ്പി പോയത്. ഇറങ്ങിക്കോളി ഇറങ്ങിക്കോളി. ആ ബൈ ബൈ. ഉഷാറാക്കി എഴുതിക്കോൾട്ടാ. ബൈ ബൈ. ഓ എന്താ എൻ്റെ ലൈൻ സുബൈദാടെ കാത്തിക്കണ്ട ചൊറുക്കായി പോവാന്. ഇപ്പൊ കാത്തിക്കണില്ല, അഥവാ ഏതെങ്കിലും സുബൈദക്ക് കാത്തിരിക്കണമെന്ന് തോന്നിയാലോ എന്നൊക്കെ. ഓക്കെ സലാം. 3:30 ആ ഫോണുകളൊക്കെ ഇതിൽ വെച്ചില്ലേ? സാധനങ്ങൾ എല്ലാ ഫോണും ഇതിലാണല്ലോ. അട്രാക്ടർ ഒക്കെ എടുത്തില്ലേ? എന്നാ ഓക്കെ വിളിക്ക്. അപ്പോൾ സ്റ്റീലിനും ടീമിനെയും സ്കൂളിലാക്കി കൊടുത്ത് നമ്മൾ പോവുകയാണ്. ബാക്ക് കൂടെ നടന്നു പോണേ. അവിടെ സ്റ്റക്കായോ? എന്തൊക്കെയോ തപ്പി നിൽക്കുന്നുണ്ട് അവിടെ ഫർസാനും പോലൊക്കെ. അപ്പം എന്തായാലും ഇനി അവരെ തിരിച്ച് കൂട്ടാൻ പോകുമ്പോൾ കാണാം. അതിന് മുമ്പ് നമ്മൾ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു. ഡ്രസ്സ് എടുക്കാൻ പോയ കുറച്ച് വിഷ്വൽസ് ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത കുറച്ച് കോസ്റ്റ്യൂംസും കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും സംഭവങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്തത് കോഴിക്കോട് നിന്നാണ്. അവിടെ ഇല്ലേ? അതെന്തൊക്കെയായിരുന്നു എന്നുള്ളത് കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് SM സ്ട്രീറ്റിലെ കോട്ട് റോട്ടിലുള്ള ഇൻവിസിബിളിലാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി പ്രോഗ്രാമിന് പോകുന്ന ടൈമിലും അല്ലാത്ത ടൈമിലൊക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ്. ആദ്യം ഞാൻ വന്നു, പിന്നെ ഈച്ചു വന്നു, പിന്നെ ഈച്ചുവിന് ഇഷ്ടപ്പെട്ട് ഈച്ചു 2-3 വട്ടം വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് ടൈമിലുള്ള വരവാണ്. അപ്പോൾ ഞാൻ ഓഫ് സീസൺ ആണെങ്കിലും സീസൺ ആണെങ്കിലും ഏതൊരു ടൈമിലും നല്ല ഇമ്പോർട്ടഡ് ക്ലോത്തിങ്ങിന് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോറാണ് ഇൻവിസിബിൾ. അപ്പോൾ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് ദുബായിൽ നമുക്കൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ പോവുകയാണ്. അപ്പം ആദ്യത്തെ ഷോക്ക് ഇതിനൊക്കെ ഇടാനും കാര്യങ്ങൾക്കും ഈ പുറത്ത് ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇടാനും ആവശ്യമായ കുറച്ച് ഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്തു സീസൺ ടൈമിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്തു. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കളക്ഷൻസ് അവിടെ മുകളിലുണ്ട്. ഇവരുടെ 3rd ഫ്ലോറിലാണ് ഇമ്പോർട്ടൻ്റ് കളക്ഷൻസ് വരുന്നത്. അപ്പോൾ ഞാനെടുത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ടീഷർട്ട് ഇമ്പോർട്ടഡിൽ വരുന്നത്, അതേപോലെ തന്നെ ഓൾഡ് മണി ഫിറ്റിൽ വരുന്ന കുറച്ച് പാൻറ് ഉണ്ട് കേട്ടോ. ഇതിക്കൊരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെ ചെയ്ത് ഷർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഉണ്ടാവും. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് സാധാ ഷർട്ടിൽ ഈ ഒരു ലെതറിൻ്റെ ടച്ച് വരുന്ന ഒരു ഷർട്ട് കേട്ടോ. ഞാൻ എവിടെയും അങ്ങനെ കാണാത്തൊരു
ഡിസൈനാണ് ഈ ഒരു സാധനം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഇത് ഞാൻ അടുത്ത്. അതേപോലെ തന്നെ ഈ ഒരു ഷർട്ടിൻ്റെ ഫിറ്റിങ്ങും സൂപ്പർ ഫിറ്റിംഗ് തന്നെട്ടാ. ഈ കൈ ഇങ്ങനെ വലുത് വരുന്ന ഇത് ഇമ്പോർട്ടഡിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഓൾഡ് മണിയിൽ വരുന്ന ഒരു പാൻറ് ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾഡ് മണിയിൽ വരുന്ന പാൻറ്റാട്ടാ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എപ്പോഴും ഇടുന്ന പോലത്തെ ടീഷർട്ടിൻ്റെ ക്ലോത്തിൽ വരുന്ന VROൻ്റെ അല്ലേ, VROൻ്റെ ഏറ്റവും പുതിയ സംഭവം കേട്ടോ. ഒരു ഹുഡീസ് പോലെ ഇട്ടാൽ നല്ല രസമുള്ള ടൈപ്പിലൊരു ടീ ആണ് ഈ വരുന്നത്. അതേപോലെ തന്നെ ലെതറിൽ ഇതും ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടോ. കാരണം ഇതിൻ്റെ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫിറ്റായി കിടക്കുന്നത്. അതുപോലെ തന്നെ മേത്തിട്ടാൽ ഇട്ടിക്കണമെന്ന് തോന്നാത്ത ടൈപ്പ് ക്ലോത്തിലാണ്, ഫാബ്രിക്കിലാണ് ഈ ഒരു സാധനം വരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട ബ്ലാക്കിൽ കണ്ട അതിൻ്റെ വൈറ്റും എനിക്കിഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഓൾഡ് മണിയിൽ തന്നെ വരുന്ന ഒരു പാൻറ്, ഞാൻ ഇടുന്ന ടൈപ്പ് പാൻറ് കേട്ടോ, നല്ല ലൂസായിട്ട് ഇടുന്ന ടൈപ്പ്. പിന്നെ ഒരു നോർമൽ ഓവർ സൈസ് ഒരു ടീഷർട്ട്, പിന്നെ ഒരു ബ്ലാക്ക് നോർമൽ ഷർട്ട്, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പ്രോഗ്രാമിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഹെവി സാധനം കേട്ടോ. ഇതും VR തന്നെയല്ലേ, VR ഒരു കിഡിലൻ ഷർട്ട് കേട്ടോ. അതേപോലെ ഒരു നോർമൽ ഷർട്ട്, പക്ഷെ നല്ല ഫിറ്റിങ്ങും നല്ല ലുക്സിൽ വരുന്ന ഒരു ഷർട്ടാണ്. സിബ് ഓപ്പൺ ചെയ്താൽ ഹാഫ് സ്ലീവ് ആക്കാൻ പറ്റും, ഇനി ഫുള്ളാക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ളാക്കി ഇടാൻ പറ്റും. അങ്ങനെ വരുന്ന നല്ല ക്ലോത്തിൽ വരുന്ന ഒരു സാധനം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ നോക്കിച്ചൊരു ടീഷർട്ട് ഇനി നല്ല കട്ടിങ്ങാനുള്ള ക്ലോത്തിൽ വരുന്ന ഒരു അടിപൊളി ടീഷർട്ട്. അപ്പോൾ ഇത് ബാസിൽ ഖാൻ്റെ ഷർട്ട് കേട്ടോ. ബാസിലിൻ്റെ പറ്റി ഈ ചുടുത്ത സാധനങ്ങളൊന്ന് കാണിച്ചു തന്നാൽ. അപ്പോൾ ഇൻവിസിബിൾ ഞാൻ പറഞ്ഞുതരാം. പെരുന്നാക്കും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഡ്രസ്സ് നോക്കണവരാണെന്നുണ്ടെങ്കിൽ SM സ്ട്രീറ്റിൽ കോട്ട് റോഡിൽ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട്. 3 ഫ്ലോറിൽ കളക്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ 3ാമത്തെ ഫ്ലോറിൽ ഇമ്പോർട്ടഡ് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഈ ചുടുത്ത സാധനങ്ങളൊന്ന് കാണിച്ചു തന്നാൽ. അപ്പോൾ ഈച്ചിപ്പോൾ കുറച്ചായിട്ട് ഇവിടെ നിന്ന് ഞാൻ സാധനം എടുക്കൽ കേട്ടോ. ഇതൊരു പാൻറ്, നാളെ നെൽപൂര് പുതിയ ഷോപ്പ്. ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഷോപ്പ് ഇടാം നാളെ. ഇത് ഐഡന്റിറ്റി കാർഡൊക്കെ വരുന്ന ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു ടീഷർട്ട്. ഇനി ഏതാണല്ലേ എന്താണ് ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ട് ഇന്റെ സൈസ് അല്ല, ഓവർ സൈസിലാണ്. ഓവർ സൈസിലാണ് നമ്മളിടുന്ന പോലെ ഇടുക. ഞങ്ങൾക്ക് ഇന്റെ സൈസിലാണ് ഇടുന്നത്. കുളിച്ച് ഇങ്ങനെ ഇടുക, അത്രേ ഉള്ളൂ. ഇതൊരു അടിപൊളി അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി സാധനം നമ്മൾ ഇവിടെ കാണാത്ത ടൈപ്പ് സാധനം, പച്ച. അതുകൊണ്ട് ഈ കാര്യം ചെയ്തെടുത്ത് വെള്ളമ്മ പച്ച വന്നാൽ കാണാൻ രസം. മണ്ടപ്പം ഈ ചുതെടുത്ത് ബാസിൽ നമുക്ക് അങ്ങനത്തൊന്നും കിട്ടിയില്ല. ഒരു സൂപ്പർ ടീഷർട്ട് ഇടാം, കിട്ടില്ല സാധനം, കിട്ടില്ല ഫിറ്റില്. ഇടാൻ തരുമോ? ഇങ്ങനത്തെ പാൻറ്റൊക്കെ നിങ്ങൾ ഇടാത്തയാണല്ലോ. നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറും. ഇന്ന എടുത്ത സാധനങ്ങളുടെ ഇവിടെ ഉണ്ട് കുറച്ച്. എനിക്ക് മറ്റേ സാധനങ്ങളാണ് ഇഷ്ടം. ഇങ്ങനത്തെ ഡ്രസ്സ് ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ ഇടുന്ന ടൈപ്പ് സാധനങ്ങളാണ് എല്ലാവരും. ഇതുണ്ടോ, ഇത് വേറെ ഡ്രസ്സാണ്. ഇതൊക്കെ ഫുൾ സ്ലീവ്, ഈ ഫുൾ സ്ലീവ് ഒക്കെ ഇവിടുന്ന് ഇമ്പോർട്ടഡ് സാധനം കേട്ടോ. ഇവിടുത്തെ എനിക്ക് പറഞ്ഞ മാതിരി ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളുണ്ട് അവിടെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റൊക്കെ അവിടെ ഉണ്ട് പറഞ്ഞു. ഇത് നോർമൽ ഷർട്ട് ഇട്ടാ. അതേപോലെ തന്നെ എന്തോ ടീഷർട്ട്, ഇതും ഒരു ടീഷർട്ടാ. അപ്പം ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് നമ്മളെ ഇങ്ങനത്തെ സൽമാനെ. അപ്പം ഇനി നമ്മൾ കാണിക്കാത്ത എന്താ വെച്ചാൽ മേലെ കുറച്ച് ഫിറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇമ്പോർട്ടഡിൽ തന്നെ ജീന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടഡിൽ ഷർട്ട്സും കാര്യങ്ങളും വലുത് വരുന്നുണ്ട്. ഇതല്ലാണ്ട് നമ്മൾ എടുത്ത കളക്ഷൻസ് കാണിച്ചത്. അപ്പോൾ എല്ലാം മേലത്തെ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളും നമ്മൾ ഓൺ വോയിസിൽ നമുക്കൊന്ന് കാണാം. അപ്പം ഇനി നമ്മൾ കാണാൻ പോണതൊക്കെ ഇൻവിസിബിളിൽ തന്നെ ഇമ്പോർട്ടഡ് പാൻസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ പാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പെർഫോം ചെയ്യുന്ന ടൈമിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റേജ് ഷോസ് കാര്യങ്ങൾ പരിപാടിക്കൊക്കെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പാൻസാണ് കേട്ടോ. ഒക്കെ ഇമ്പോർട്ടഡ് സെറ്റപ്പിൽ വരുന്ന പാൻസാണ്. പലവിധ കളറിലുണ്ട്. ഇനി പാച്ച് കൊണ്ടുള്ളവർക്ക് പാച്ച് ഉണ്ട്, ഈ പോക്കറ്റും വള്ളിയൊക്കെ വേണ്ടവർക്ക് പോക്കറ്റും വള്ളിയുള്ളുണ്ട്. പിന്നെ ആസിഡ് വാഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന സാധനങ്ങളുണ്ട്. കുറേ ഡിസൈനിലുള്ള പാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇവരുടെ പാൻറ്റിൻ്റെ സെഷനും നല്ല ഇഷ്ടമായി. ഇത് പുലു, അതിൻ്റെ ഇടയിൽ പുലുവിൻ്റെ ഷർട്ട് കൊടുക്കുന്ന കേട്ടോ. പുലു സൽമാൻ പുലുവിന് വേണ്ടിയിട്ട്
പുലുവിന് ഇടാൻ വേണ്ടിയിട്ട് സൽമാനും നിയാലും ആണ് പുലിക്ക് പുലു പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഷർട്ട് ഈച്ചോ അതിൻ്റെ ഇടയിൽ കൊടുന്ന് കാണിച്ചതാണ്. ഒക്കെ ബാഗി ജീൻസിലാണ് കേട്ടോ വരുന്നത്. ഈ സാധനങ്ങൾ മൊത്തം വരുന്നത് ബാഗി ജീൻസ് സെറ്റപ്പിലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫുള്ള് ഓലെ ഷർട്ടിലെ കുറച്ച് മാത്രമുള്ളൊരു കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കൈൻഡ് ഓഫ് ഇമ്പോർട്ടഡ് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്ന കളക്ഷൻസ് ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടമാണ്. ഒക്കെ ഇമ്പോർട്ടഡ് ക്ലോത്തിങ്സാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എനിക്കെന്താ വെച്ചാൽ ഇന്നലെ ഷോപ്പിൽ ഫുൾ ആളും തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് നേരിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഓൺ വോയിസ് ചെയ്യുന്നത്. ഈ കളേഴ്സെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഒക്കെ ഇമ്പോർട്ടഡ് ക്ലോത്തിങ്ങിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഡെയിലി അവിടെ സ്റ്റോക്കും ഇറങ്ങുന്നുണ്ട്. ഈ ഷർട്ടും എനിക്ക് നല്ലോണം പറ്റി. ഈ ലാസ്റ്റ് എടുത്ത ഷർട്ടാണ് ഞാൻ അവരോട് എനിക്ക് വേണ്ടി പാക്ക് ചെയ്തോളി പറഞ്ഞ് കൊണ്ടുപോകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് വരുന്നത് ഇവരുടെ ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ. 3 ഫ്ലോറുണ്ട് ടോട്ടൽ. ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം ഒരു മീഡിയം സൈസ് കളക്ഷൻസൊക്കെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. അതേപോലെ ക്യാപ്സ്, ബാഗ് സംഭവങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. പിന്നെ അതുപോലെ പെർഫ്യൂംസ് ഉണ്ട്. അതേപോലെ തന്നെ ആ ടേബിളിൻ്റെ അടിയിൽ ഫുള്ള് ഷെയ്ഡ്സാണ് കേട്ടോ. ആ സാധനം ഫുള്ള് ഡ്രസ്സ് വെച്ച് മറഞ്ഞു. അപ്പോൾ നമ്മളെടുത്ത സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നതാണ്. ബസ്സിലെടുത്തോ? ഇത് മറ്റേ അപ്പോൾ എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി എല്ലാം കാണാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, ഇതാണ് കേട്ടോ മലയാളിനെ കാണിച്ചു കൊടുക്കുമോ? മലയാളി ഹായ്. മലയാളിൻ്റെ പേര് റവാബ്ദി ആസാദ്. അപ്പം മൂപ്പര് നമ്മളെപ്പോൾ വന്നാലും ഇൻ്റെ സ്റ്റൈലിന് എനിക്ക് ഇൻ്റെ ഫിറ്റിന് ഇഷ്ടമുള്ള സാധനങ്ങൾ A to Z ഇൻ്റെ ഒപ്പം നടന്നു. ഇപ്പോൾ ഇൻ്റെ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ ബോസ് ഉണ്ട്. ഇവിടെ അത്രയും തിരക്കുണ്ടായിട്ട് ഇൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്ത് എനിക്ക് വേണ്ട സാധനങ്ങൾ കറക്റ്റ് എടുത്ത് തന്ന, അതിൻ്റെ സൈസും കാര്യങ്ങളും മാറ്റി തന്ന, അത് എല്ലാ ഷോപ്പറും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരുമ്പോൾ മൂപ്പരെ മീറ്റ് ചെയ്യുക. എന്തായാലും കൂടുതൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ അടുത്ത ഓൺ വോയിസിൽ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ അഫിൻ്റെ സ്കൂൾ അങ്കണത്തിൽ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സ് എടുത്ത വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. എനിക്കത് വേറെ ഇടാൻ മാത്രമൊന്നുമില്ല. ഒരു 5 മിനിറ്റിൻ്റെ ക്ലിപ്പാണുള്ളത്, ആ ഒരു വീഡിയോ ഫുള്ളുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും മാത്സ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഈസി ആണെന്ന് പറഞ്ഞവർക്കൊക്കെ ഈസി ആയിരുന്നോ, ടഫ് ആവുമെന്ന് പറഞ്ഞവർക്ക് ടഫ് ആയിരുന്നോ എന്നൊക്കെ കണ്ടറിയാം. അടി എന്തെങ്കിലും നടക്കണ്ട. അഫീഫ് വിളിക്കണ്ടോന്ന് കേട്ടോ. വേറെ ഫോണിന് നമ്പറാണ്, നാട്ടുകാരെ നമ്പർ വാങ്ങിയൊരു വിളിൻ്റെ ഇടയ്ക്ക് നമ്പർ വാങ്ങി വിളിച്ച് നാട്ടുകാരെ നിർത്തിച്ചിരിക്കുന്നു. തിരിക്കണോ? ഇവരെന്തിനാ? ഇവരെന്താ പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. തിരിക്കട്ടെ. ചെക്കന്മാരൊക്കെ എന്തോ ഡിക്കേസ് ഉണ്ടോ ഒന്നു. വീഡിയോ ഓഫ് ആക്കാം. എന്താ സീൻ വെച്ച് നോക്കാം ആദ്യം. വീഡിയോ ഓഫ് ആയിക്കോ. ഏയ് ഫുൾ ഹാപ്പി ആണല്ലോ റബ്ബേ. എൻ്റെ കുട്ടീൻ്റെ പരീക്ഷ ശരിയായ? എന്തേ അടിയനി? ഇനി നിങ്ങൾ അല്ല നിങ്ങളില്ലല്ലേ പ്രശ്നത്തില്? എടാ സൗദേ, ഇന്ന് ഡ്രസ് എടുക്കാൻ പോണം. ഇപ്പൊ തന്നെ വരേക്കുവാ. വേം വരണം കേട്ടോ. ഇപ്പൊ തന്നെ വരും കേട്ടോ. ഇതിനൊക്കെ കയറിയാ? എടാ നമ്മളെ കുട്ടികളില്ലല്ലോ അടിയിലും ഇടിയിലൊന്നും. എടാ നമ്മളെ കുട്ടികള് ഗ്യാരണ്ടി കുട്ടികളാട്ടാ. അടി ഇടി വെട്ട് കുത്ത് പരിപാടിയൊന്നും നമ്മളെ കുട്ടികളെ കിട്ടൂല. അതിനൊന്നും പോരുത്തിട്ടാ. എന്താ അടി കിട്ടിയാലെ പിടിച്ചെടുത്തേക്ക് അവിടെ? എന്തിനാണ് ഈ നോമ്പും കാലത്തൊക്കെ? എന്തിനാ നോമ്പും കാലത്ത് വെക്കണം? എല്ലാ ടൈമിൽ വെച്ചൂടെ? എടാ എനിക്ക് പറയാനുള്ള കേട്ടോ, ഇതില് കൊറേ +1 10ാം ക്ലാസ് 9ാം ക്ലാസ്സാരും ഉണ്ടാവും. നമ്മളെ വീഡിയോ കാണാൻ ആരും വില്ലന്മാരായി വളരില്ല. ഒരു റിക്വസ്റ്റ് ആണ്. കാരണം അതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനല്ല.
ഒരാളെ അടിച്ചെന്ന് കരുതിയൊന്നും നേടാല്ല, അവനൊന്ന് കിട്ടിയെന്ന് കരുതിയൊന്നും നേടാല്ല. നഷ്ടപ്പെട്ടല്ലോ. ഞാൻ പണ്ടൊരടി കണ്ടാണ്. അന്ന് ഇത്ര പ്രശ്നമല്ല. എപ്പോഴാണ് മനുഷ്യന്മാരെ കൊല്ലലൊക്കെ തുടങ്ങിയത്, അന്ന് ഇതേപോലെ ഒരു അടിയിൽ പേനെടുത്ത് ചെവിക്കെന്തോ കുത്ത് എന്തോ ഒരു ചില്ലറ സംഭവം ഉള്ളൂ. അല്ല പറഞ്ഞുതരാ, ഇപ്പത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ കൊലപാതകല്ലേ. അപ്പം അന്ന് ആ ചെക്കൻ്റെ എന്തായി, കേൾവി ശക്തി പോയി ഒരു സൈഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ ആർക്ക് പോയി? അടി ഉണ്ടാക്കിയോന് പോയോ? കുത്തിയോന് പോയോ? കണ്ടിന്ന് കൈയടിച്ചോന് പോയോ? ആ വീട്ടുകാർക്കും അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പോയി. അപ്പൊ അവനാൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒരുപാട് ഉമ്മാരും ഉപ്പാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നഷ്ടങ്ങൾ സഹിച്ചാണ്, ഇല്ലാത്ത പൈസ വെച്ചിട്ടാണ് നിങ്ങളെല്ലാവരും പഠിപ്പിക്കണത്. അപ്പൊ ആ ക്വാളിറ്റി തിരിച്ചു കൊടുത്താണ്ട് സ്കൂൾക്ക് പോകണത് പഠിക്കാനാണ്. പഠിക്കുക, തിരിച്ചു പോരാ. എന്താ പറയാ ലഫിയെ? ഇതിനെ മോട്ടിവേഷൻ ക്ലാസ്സും കേട്ടിക്കാതെ പരീക്ഷ കണ്ടതിന് പറയും. ഡബിൾ പാസ്സാ? അപ്പൊ ഇവിടുന്ന് പേടിച്ചല്ലോ പോയിന് എല്ലാരും? ഇവിടുന്ന് എല്ലാരും പേടിച്ചു പോയി. പരീക്ഷ ഇതിനെ മുന്നേ എനിക്കറിയണ എല്ലാ സുഹൃത്തും മതി ഞാൻ. എന്നിട്ടോ അയിമണ് അപ്പൊ തന്നെ ശാന്തിന് വന്ന് പടച്ചോനങ്ങോട്ട് രക്ഷിച്ചു. അങ്ങനെ നിന്നാണ്ട് കഴിച്ചില്ലായി. അമ്മ ഇങ്ങനെ താന്നു. ആഫിനെ കൊണ്ടുവരാൻ പോയി. ഓനെടുത്ത് ഞങ്ങള് പൂക്കോട്ടുംപാടം കൊറിയർ സർവീസ്. അവിടെ നിങ്ങൾക്ക് ഒരു സാധനം വന്നിക്കണല്ലേ? ആ അല്ലേ? ആ ആയിക്കോട്ടോ. വാങ്ങ വാങ്ങ വാങ്ങ. അഫിക്കറിയില്ലേ? സ്റ്റെപ്പ് കയറി മേലെ പോയിട്ടാ? നീ അങ്ങാടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് വണ്ടി ഓട്ടി കളിച്ചാ ഇമ്മച്ചി ലൈബന്റെ ഓപ്പോസിറ്റ് ആണോ അതോ ചന്തല്ലേ? ആ ബാക്കിലാണ്. ഞങ്ങളെ സ്കൂൾ റോട്ടിനാ തിരിയണല്ലേ അവിടെ തന്നെ, ആ ജംഗ്ഷനല്ലേ അവിടെ. ഓക്കെ ഓക്കെ വാങ്ങിയരാ. ഇമ്മച്ചിക്ക് കൊറിയർ അയക്കണ എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, അയക്കുമ്പോ പെരേക്ക് എത്തണ കൊറിയർ അയച്ചേരി. ഇല്ലേ ഞങ്ങൾ ഈ നോമ്പ് നോറ്റ് ഇങ്ങനെ ഇവിടെ പോയി പൊറക്കാൻ നിക്കണം. ദയവേത് അങ്ങനെ കൊടുക്കല്ലേ. കൊറിയറുകാർ നമ്മളെ പെരേക്ക് കൊടുന്നു തരുന്ന കൊറിയർ അയക്ക. അങ്ങനെ കൊറിയർ ഉണ്ടോ? ആ പിന്നെ അങ്ങനത്തെ ആമസോണൊക്കെ വരുന്നത്, അങ്ങനെ കൊറിയർ അയക്കാൻ പറ്റിയേ. പെരേക്ക് അഡ്രസ് ചെയ്ത പെരേക്ക് വരുന്നത്. ഇത് നമ്മളെ പോലെ ഓഫീസിൽ പോയി വാങ്ങണം. നമ്മളെന്തേലും തിരക്കിൽ വെക്കുമ്പോഴോ ഉമ്മച്ചിന്റെ ചട്ടിയോ കാലൊക്കെ വരിക, എന്തേലും വലിയ പരിപാടി വെക്കുമ്പോഴാവും ഒരില്ലേ പുത്തരിച്ചെടിന്റെ ഒരു 4-5 തൈ തെല്ലിമാള് കൊല്ലത്തുനിന്ന് അയച്ചിക്കണേ, ഒന്ന് വാങ്ങിക്കൊടുന്നാണ് ഇമ്മാൻ്റെ സെൻസർ ഓഫ് ഒന്നല്ലോ. എനിക്ക് ഇതിലെ വണ്ടി കൊണ്ട് പോവാൻ മടിയാവാ. അതിങ്ങനെ ആൾക്കാരെ പുതിയ വണ്ടി എടുത്ത് ഇങ്ങനെ ചെങ്ങായി കാട്ടണണ്ടില്ലെന്ന് പറയും. ഈ ഇമ്മച്ചിക്ക് ആദ്യം വിളിച്ചിങ്ങനെ അവിടെ ആദ്യം വാങ്ങി. അതാണ് സ്കൂൾ കുട്ടികൾ വിട്ട നേരം ഒരു പൂവാല സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ നോക്കാതെ പോവാ. ആകെ ബാഡായി. എനിക്ക് നടന്നിട്ട് പോവാനും വെച്ചാൽ കുറച്ച് ദൂരം ഉണ്ട്, വണ്ടി എടുക്കാതെ പോവാനും കഴിയില്ല. ഒന്നും ഇഷ്ടല്ല അങ്ങനെ ആൾക്കാരുടെ ഇവിടെ വണ്ടി. എക്സാം ആണ് സെറ്റപ്പ് ആക്കിട്ട് സന്തോഷായിക്കണേ. ആനന്ദ് ഇതിനുള്ള ഇവിടെ ഇറങ്ങോ? അടക്കട്ടെ, വണ്ടി വരുന്നുണ്ട്. അല്ല പോണ് സൗദ് എന്താ അച്ചിമുള്ളിയൊക്കെ ഉണ്ടാക്കി പോണ്. മേ ദിമോന്ന് കുത്തല്ലേ? വാങ്ങി ഇവിടെ നിന്നോ. അപ്പൊ അഫി വന്നിട്ട് കാണാം. കൊറിയർ രാജ കൊറിയറായി വരുന്നു. അടക്ക് വാതിലടക്ക്, റോഡ് ബ്ലോക്ക് ആക്കല്ലേ. എന്താണ് ആ പെട്ടിയില്? എനിക്കറിയില്ല, വലിയൊരു പെട്ടി. ഐദൂസ് ഗിഫ്റ്റ് കോർണർ. ഐദൂസ് ഗിഫ്റ്റ് കോർണർ. അതെന്തല്ല തുറന്നോക്കി സിദിനെ. അയ്യോ മലപ്പുറം. അവിടെ ഒരു മൈക്കില്ലേ ഓൾറെഡി?
എവിടുന്നാണ്? ആ എനിക്ക് ഉറപ്പാണ് കൊല്ലത്തുനിന്നാണ്. കൊല്ലംകാർക്ക് കുറച്ച് ഗിഫ്റ്റ് ആക്കല് കൂടുതലാണ്. ആ കൊല്ലത്തിന് നമ്മൾ ഈ കൊറിയർ പൊറക്കല് മൊത്തം കൊല്ലത്തുനിന്നാണ്. നമ്പർ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. അത് വേഗം തുറക്കടാ. ആ അൺബോക്സിങ് ആവലോ. അങ്ങനെങ്കിലും ഉപകാരപ്പെടട്ടെ. കോമ്പസും കത്തിയൊക്കെ പെട്ടി തുറക്കാനെങ്കിലും വേറെ ഉപകാരം. പരീക്ഷയിൽ ഇപ്പൊ കൊണ്ടൊരു ഉപകാരം കിട്ടിയില്ല. ലൈറ്റ് ഉണ്ടാവൂലേ? ലൈറ്റ് ഇട്ടോ? എന്ത് ലൈറ്റില്ല, ഫുൾ ഡാർക്ക് അടിച്ചാണ്ട്. പക്ഷെ അല്ല ചൂടില്ല, ചൂടില്ല. ആ കുറച്ച് ഇറങ്ങുന്നുണ്ട്, എന്നാലും വെരി ലെസ്. എന്താണ് ശക്തിയില്ല, ശക്തിമാൻ സിദിൻ തുറക്കുന്ന ഉമ്മച്ചിയുടെ ഡ്രസ് എടുക്കാൻ പോയതാ. ഇതിനെ ഉമ്മച്ചിയുടെ ഡ്രസ് എടുക്കാൻ പോയതാ. അപ്പൊ അനിയത്തിക്ക് എടുത്താ? ഓലിന്ന് പോയി എടുക്കൂലേ? പേപ്പർ ചോദിക്കളി. നോക്കി എന്താ നോക്കിയടാ, വേഗം നോക്കിന്ന്. ഇവിടെ എത്താനായി. എന്താ അത് കുട്ടിയാക്കില്ലാണ്, സ്റ്റുഡൻസിനാണോ? ഓ നുസ്രത്ത് ടീച്ചറുടെ പെരുന്നാൾ സമ്മാനങ്ങൾ. ഒരു പെട്ടി നിറച്ചോ? പെട്ടി ഫുൾ ഉണ്ട്. അതിൽ ഉമ്മച്ചിന്റെ പല പല ചിത്രങ്ങള് അമ്മച്ചി ചെയ്യിപ്പിച്ചാണല്ലേ ചെയ്യിപ്പിച്ചത്. ഇമ്മച്ചി ആള് തിരക്കടില്ല കേട്ടോ. ഇമ്മച്ചി മെല്ലെ നൈസിൽ ഇങ്ങനത്തെ ഓരോന്നിലും ഓരോ ഫോട്ടോ. ഇതിലാക്കണ സ്കെയിലും പിടിച്ച് ഇതിലിക്കണ. അത് ഫുള്ള് കാണിച്ചു കൊടുത്താ ഡീറ്റെയിൽ ആയിട്ട്. ഇത് സ്കെയിലും പിടിച്ചിക്കണേ. അടുത്തത് അങ്ങനെ ബുക്കും പിടിച്ച് ഇങ്ങനെ ഈ ഡ്രസ്സിൽ. അടുത്തത് പിന്നെ പിന്നെ മുഖം മാറി. ഇതിൽ സെയിം സാധനം പക്ഷെ മുഖം മാറി. പിന്നെ ഇതിൽ വേറെ ആളായി. പിന്നെ പോയോ കൂട്ടാതെ പോയി. അതിനുള്ളൂ. അല്ല അപ്പൊ ഓല കൂട്ടേണ്ട ആവശ്യം അല്ല. ഓലാരെ കൊണ്ടേതപ്പോ പോയി. അപ്പൊ ഇനി തിരിച്ചു കൂട്ടാൻ ഈ കാർ എടുത്തു പോവോ? ഈ കാറോ? ഇഞ്ചോയെ ഞാനല്ലേ അമ്മ പോവും. എന്നാ ഇത് കഴിഞ്ഞിട്ട് വാ. ഇത് ഗിഫ്റ്റുകൾ ഫുള്ള് അതാ സാധനം. വേറെ എന്താ? എടാ പറഞ്ഞു മാത്സ് എക്സാം റിവ്യൂ പറയാൻ മറന്നു. ഇതിന്റെ മാത്സ് എക്സാം റിവ്യൂ മാത്സ് സെറ്റ് സീൻ. മാത്സ് അടിപൊളി സീനേനി. സൂപ്പർ എക്സാം. നല്ല എക്സാമിനി. അടിപൊളിയേനി, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കറക്റ്റ് വന്നു. ഞാൻ ലാസ്റ്റ് പറഞ്ഞ കറക്റ്റ് വന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ. റോസ്റ്റർ ഫോം വന്നില്ല. ഞാൻ പറഞ്ഞ വന്നില്ല. എല്ലാത്തിലും വരലുണ്ട്. ഞാൻ പറഞ്ഞ മാത്രം വന്നില്ല. വന്നില്ല. ഇല്ല സിദ്ദീൻ പറഞ്ഞ വന്നു. എന്നാ വേഗം പോയി വാട്ടോ. ശരി സീസല്ലേ ഓക്കെ. മീൻ എന്തൊക്കെയാ പറഞ്ഞേ? എന്നാ വേഗം പോയി വാട്ടോ. ചേട്ടൻ ആകെ ചോദിച്ചോളൂ. വിളിക്കട്ടോ എടാ സിദ്ദിനെ വിളിക്കട്ടോ പറയാ. വണ്ടി വരുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതോടെ നമ്മുടെ സ്റ്റീലിന്റെ മാത്സ് എക്സാം റിവ്യൂ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പൂർവാധികം ശക്തിയോടെ ഇവരുടെ പെരുന്നാൾ ഷോപ്പിംഗ്, സൗദിൻ്റെയും സിദിൻ്റെയും ചെക്കന്മാരെല്ലാവരെയും അഫിൻ്റെയും റിനാൻ്റെയും എല്ലാവരെയും പെരുന്നാൾ ഷോപ്പിംഗ്, ഫർസാൻ്റെ ഒക്കെ പെരുന്നാൾ ഷോപ്പിംഗ് വ്ളോഗ് അടുത്ത് വരുന്നതാണ്. പിന്നെ നമുക്കൊന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. വന്നിട്ട് ഗസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കേൾക്കാം. ഗസ്റ്റ് നാളെ പെൽച്ചക്കും ഉണ്ടാവും. നോമ്പ് തുറക്കാൻ ചിലപ്പോൾ എത്തും എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വൈകാതെ കാണാം. നോമ്പ് ത്രോട്ട് ഡ്രൈ ആണ്. കാരണം ഒരു തുള്ളി വെള്ളം ചെല്ലാതെ വെക്കുമ്പോൾ ത്രോട്ടിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ വെച്ചിട്ട് കാണാം. ബൈ ബൈ.